ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും മനുവുമായിട്ട് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടെ നിന്ന് വീഡിയോ എടുത്തത്. ശരിക്കും ആ ഒരു മൊമെൻ്റ് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ടാവും, വണ്ടികളുടെയും അതുപോലെ കാക്കയുടെ ഒക്കെ സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറാത്തത്. പക്ഷേ ഇന്നിങ്ങനെ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. മനു, ഐ റിയലി മിസ് യു. ആ ഒരു മൊമെൻ്റൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, കാരണം ബാക്കിൽ കുറച്ച് പച്ചപ്പ് ഹരിതാപയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് വന്നത് വേറൊന്നുമല്ല, ബിഗ് ബോസിൻ്റെ ഒരു വിശേഷം പറയാൻ വേണ്ടി തന്നെയാണ്. ബിഗ് ബോസിൻ്റെ വിശേഷമല്ല, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ബിഗ് ബോസിൽ കണ്ടൊരു ആക്ട്, ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ആക്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഇമോഷനെ പോലും വളരെയധികം എന്താ പറയുക, യാതൊരു വാല്യൂം കൊടുക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതേക്കുറിച്ചൊന്ന് സംസാരിക്കണം. അതിന് പുറത്ത് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരതിനെ ന്യായീകരിക്കുന്ന ഒരു രീതി, ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. ആരാണ് ആ കണ്ടസ്റ്റൻറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആര്യൻ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ്. ആര്യൻ്റെ തുടക്കത്തിലുള്ള ആക്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതായത് ഈ ടാസ്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആര്യൻ ഇപ്പോൾ ലാസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നു, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ക്യാപ്റ്റൻ ആയതിനു ശേഷം എന്തൊക്കെയോ ആര്യനിൽ ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒരുതരം എന്താ പറയുക, ഞാനെന്ന ഭാവം മനസ്സിലേക്ക് കയറി വന്നിട്ടാണോ എന്നറിയില്ല. ഞാനെന്തോ വലിയ സംഭവമാണ്, എന്നെക്കാളും ഗ്ലാമറായിട്ട് വേറൊരാരും ഈ ഒരു ഹൗസിനകത്തില്ല എന്നൊക്കെ ഒരു ചിന്ത ആര്യൻ്റെ മനസ്സിലേക്ക് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. 2 ദിവസം മുന്നത്തെ ഒരു ടാസ്കിനകത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അനീഷും ആര്യനും ജിസേലുമായിരുന്നു ആ ടാസ്കിൽ പങ്കെടുക്കാൻ പോയത്. ഏറ്റവും ധൈര്യശാലികളാണ് എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അനുഭവത്തോടു കൂടിയാണ് ആ ടാസ്ക് പങ്കെടുക്കാൻ വേണ്ടി പോയത്. 1000 പോയിന്റിൻ്റെ ടാസ്ക് ആയിരുന്നു, പണിപ്പുരയിൽ കയറാനുള്ള. ആദ്യം ടാസ്ക് എടുക്കാൻ തയ്യാറായത് അനീഷായിരുന്നു. അനീഷിന് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് ഷോ കഴിയുന്നത് വരെ, ബിഗ് ബോസ് ഷോ കഴിയുന്നത് വരെ സംസാരിക്കാൻ പാടില്ല എന്നതായിരുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായി മാറുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് നാവാണ്. സംസാരിക്കാതെ അവിടെ നിൽക്കാൻ പറ്റില്ല ഒരാൾക്കും. എന്നിട്ടും അനീഷ് ആ ഒരു ടാസ്കിനെ സ്വീകരിക്കാൻ തയ്യാറായി. ഈ നിമിഷം മുതൽ ഈ ടാസ്ക് നിലവിൽ വന്നു എന്നാണ് ആദ്യം ബിഗ് ബോസ് ആ കാർഡിൽ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് അത് അക്സെപ്റ്റ് ചെയ്തു. ആ നിമിഷം മുതൽ അനീഷ് മിണ്ടാതിരുന്നു, സംസാരിച്ചില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടും അനീഷ് മിണ്ടില്ല. അനീഷ് ടാസ്ക് ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അനീഷ് മിണ്ടിയിട്ടില്ല. അതിന് റീസൺ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്, ഈ നിമിഷം മുതൽ സംസാരിക്കാൻ പാടില്ല. ബിഗ് ബോസ് 7ന്റെ പണിയുടെ സീസണാണ്. അപ്പോൾ അനീഷ് ഒരു പക്ഷേ അവിടെ സംസാരിച്ചിരുന്നെങ്കിൽ ആ ടാസ്ക് അവിടെ അവസാനിക്കും. കാരണം ബിഗ് ബോസ് പറയും, ഞാൻ പലതും പറയും, നിങ്ങൾക്ക് പണി തരും, ഇത് 7ന്റെ പണിയുടെ സീസണാണ്, അതുകൊണ്ട് ഞാൻ പലതും, എൻ്റെ ഭാഗത്ത് ഞാൻ പലതും പറയും, പക്ഷെ അത് നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ടതാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ അവിടെ അനീഷ് പെടും. എല്ലാ ആൾക്കാരും, എല്ലാ കണ്ടസ്റ്റൻസും അനീഷിനെ മെക്കിട്ട് കയറും. ഇത് ചെയ്തിട്ടേ കയറി, അപ്പോൾ ചെയ്യാതിരുന്നാൽ അവസ്ഥ ചോദിക്കുക. അതുകൊണ്ട് അനീഷ് ആ ടാസ്ക് വിടാൻ തയ്യാറായില്ല. അടുത്ത ടാസ്ക് വന്നത് ആര്യനിലേക്കാണ്. ജ്യൂസ് കുടിക്കുക, എനിക്ക് ഒന്ന് ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തോ ജ്യൂസാണ്, അത് കുടിക്കുക. മൂന്നാമത്തത് ജിസേലിനായിരുന്നു, മുടി മൊട്ടയടിക്കുക, തല മൊട്ടയടിക്കുക. ഇതായിരുന്നു ജിസേലിൻ്റെ ടാസ്ക്. ഉടനെ ജിസേൽ ആസ് എ മോഡൽ, ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മൊട്ടയടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആര്യനോട് ചോദിച്ചു. അപ്പോൾ ആര്യൻ, എനിക്ക് പറ്റത്തില്ല, കാര്യം ഞാനൊരു മോഡലാണ്, മാത്രമല്ല ആര്യൻ അവിടെ റിലീജിയനൊക്കെ പിടിച്ചു വരച്ചിട്ടു. അതുപോലെ തന്നെ ഈ അച്ഛൻ മരിച്ചാൽ മാത്രമേ തല മൊട്ടയടിക്കാവൂ. ഞാൻ ചോദിച്ചോട്ടെ, ആര്യന് ഒന്ന് വീണു, ഒരു പരിക്ക് പറ്റി, തലയ്ക്കാണ് പരിക്ക് പറ്റിയത്, തല സ്റ്റിച്ച് ചെയ്യണം, തല മൊട്ടയടിക്കത്തില്ലേ? അവിടെ റിലീജിയൻ നോക്കിക്കൊണ്ടിരിക്കുമോ? ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ആവശ്യം വന്നാൽ നമ്മൾ ചെയ്യും. ഇവിടെ 1000 പോയിൻ്റേ കിട്ടുന്നുള്ളൂ എന്നുകൊണ്ടാണ് ആര്യൻ മുടി മൊട്ടയടിക്കാത്തതെന്ന് ആര്യൻ പിന്നെ ന്യായീകരിച്ചു. 1000ൻ്റെ സ്ഥാനത്ത് 5000 10,000 ഒക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തേനെ. അപ്പോൾ അപ്പാനി വന്ന് പറഞ്ഞു, നിനക്ക് എടാ, നീ ഒരു ആക്ടറല്ലേ, ആക്ടറാകുമ്പോൾ നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ, അത് അവിടെയല്ലേ, ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന രീതിക്കായിരുന്നു ആര്യൻ്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ ധൈര്യശാലിയായിട്ട് പോകാതിരിക്കണം. ഇത് ആര്യനൊരു വിചാരമുണ്ട്, ഞാനും ജിസേലും മാത്രമാണ് ഒരു ടാസ്കെല്ലാം ചെയ്യാൻ ഗട്ട്സുള്ള ആൾക്കാർ, വേറെ ആർക്കും അതിനുള്ള ഗട്ട്സ്. ആര്യനെല്ലാവരും ഒരു പുച്ഛം പോലെയാണ്. അതൊട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതൊരു കാര്യം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആര്യൻ്റെ ഫാമിലി ഫ്രണ്ടും റിലേറ്റീവ് ഒക്കെ ആയ പൂജിത മേനോൻ, ആക്ട്രസ്സാണ്, നീക്കോ നാച്ച മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ സ്വർണ്ണക്കടുവ തുടങ്ങിയ സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ആര്യനെ വല്ലാണ്ട് ന്യായീകരിക്കുകയും അനീഷിൻ്റെ പ്രവൃത്തിയെ ഇവർ വല്ലാണ്ട് ഒരു മോശമായിട്ട്, അതൊട്ടും ശരിയായില്ല എന്ന രീതിക്കാണ് ഇവർ സംസാരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്താണ് പൂജിത പറയുന്നത്. താഴെ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കും, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പൂജിത പറയുന്ന ഒന്ന് കേട്ട് നോക്കാം. ഇന്നത്തെ ബിഗ് ബോസ് ടാസ്കിന് ശേഷം ഒരുപാട് റെസ്പോൺസസ് ആയി വരുന്ന, മെനി സപ്പോർട്ടിംഗ് ആര്യൻ ആൻഡ് മെനി അഗെയിൻസ്റ്റ് ആര്യൻ. ഇതിൽ 2 പെർസ്പെക്റ്റീവ്സ് ഉണ്ട് ആൻഡ് ഞാൻ എൻ്റെ ഷെയർ ചെയ്യുന്നു. ഫസ്റ്റ് ടാസ്ക് 750 പോയിന്റ്സിന്റെ ആണ് ആൻഡ് എവറിബഡി ഇൻ ദ ബിഗ് ബോസ് ഹൗസ് വാസ് ഓക്കെ ടു ലെറ്റ് ഗോ 750 പോയിന്റ്സ്. കാരണം ഇതിൽ കുറെ കണ്ടസ്റ്റൻസ് അവരുടെ ഫാമിലിനെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, വി ഓൾ നോ, നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് ഫാമിലി വീക്ക് അല്ലാത്ത ഒരു ദിവസം ആർക്കും ഔട്ട്സൈഡ് വേൾഡായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. എന്നിട്ട് പോലും ദേ വർ വില്ലിംഗ് ടു ലെറ്റ് ഗോ 750 പോയിന്റ്സ്
to meet the family. ഇത് പറഞ്ഞു മനസ്സിലായല്ലോ. അതായത് തൊട്ട് മുന്നേ ടാസ്ക് എടുക്കാൻ പോയത് ആദിലെ നൂറ ആയിരുന്നു. അവരോട് ബിഗ് ബോസ് കൊടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് 750 പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ 3 കണ്ടസ്റ്റൻസിന്റെ ഫാമിലി ഈ ഹൗസിലേക്ക് വരാതിരിക്കും. ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയാണ് ഇവിടെ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ശരത്തിന്റെയും രേണുവിന്റെയും അതുപോലെ തന്നെ റെന ഫാത്തിമ ഇവരുടെ 3 പേരുടെയും പേര് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് അവരുടെ കളി മാറ്റി. ബിഗ് ബോസ് പറഞ്ഞു ഇവരുടെ 3 പേരുടെയും ഫാമിലിയുടെ വരാൻ പറ്റില്ല, ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ചോയ്സ് എടുക്കണം, അല്ലെങ്കിൽ 750 പോയിന്റ്. ഇത് രണ്ടിലെങ്കിലും ഒന്നേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അവർക്ക് വരാം, അല്ലെങ്കിൽ 750 പോയിന്റ്. ഇതിലെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് ചൂസ് ചെയ്തത് ആ ഫാമിലി വരട്ടെ. കാരണം അവർക്കറിയാം ഇമോഷണൽ വാല്യൂ എന്താണെന്നുള്ളത്. ഫാമിലിയെ കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഫാമിലിയെ കാണാതിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ, മാത്രമല്ല രേണു ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്പാനി ശരത്ത് ആയിക്കോട്ടെ, ഇവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഫാമിലിയെ കാണണം, അവരെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ മിസ്സിങ് ഉണ്ട്. പക്ഷേ ഇവരത് എക്സ്പ്രസ് ചെയ്തു. അത് ഇവരുടെ മനസ്സിൽ കിടന്നു, ഈ കുട്ടികളുടെ മനസ്സിൽ കിടന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ ഫാമിലി വരട്ടെ, ഞങ്ങൾക്ക് ആ പോയിന്റ് വേണ്ട എന്ന് തീരുമാനിച്ചു. എല്ലാവരും അത് കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ടാസ്ക് വന്നപ്പോൾ അവിടെ നേരെ ഓപ്പോസിറ്റായി. എന്തുകൊണ്ട് ആ ടാസ്ക് ഇവരെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെയുള്ള പ്രശ്നം. അതിന് അനീഷിനാണ് എല്ലാവരും കൂടുതൽ ബ്ലെയിം ചെയ്തത്. നമുക്ക് പൂജിത പറയുന്ന ബാക്കി കാര്യം കേൾക്കാം. രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു ഈ മുട്ട അടിക്കുന്ന ടാസ്ക്. ഈ മുട്ട അടിക്കുന്ന ടാസ്കിൽ ആരും പറഞ്ഞു 1000 പോയിന്റ്സിനാണ് മുട്ട അടിക്കാൻ റെഡിയല്ല, അത് പോയിന്റ്സ് 5000 or 10,000 ആക്കുകയാണെങ്കിൽ ഫോർ ദ സെയിം റീസൺ വാട്ട് എവർ ഹി ഹാഡ് മെൻഷൻ ഇൻ ദ ഗെയിം അവൻ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ആൻഡ് ദെൻ ഹി ഓൾസോ ആസ്ക്ഡ് എവറിബഡി ആരൊക്കെയാണ് ആര്യൻ മുട്ട അടിക്കേണ്ട എന്ന് ഇവന് വേണ്ടി സപ്പോർട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ 8 പേര് അവന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെന്നു. സോ ദർ വാസ് മെജോറിറ്റി ഹു വാസ് സപ്പോർട്ടിങ് ആര്യൻ. പിന്നെ രണ്ടാമത്തത് അവൻ ചോദിച്ചു ശരി ഞാൻ മുട്ട അടിക്കുകയാണെങ്കിൽ ഫിനാലെ വരെ ആരും എന്നെ വോട്ട് ചെയ്യാതെ ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും ആരും ഒരു വാക്ക് കൊടുത്തില്ല. അപ്പൊ ആരും അവന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് വൈ ഷുഡ് ഹി ടേക്ക് എ റിസ്ക് എന്നാണ് അവൻ ചിന്തിച്ചിട്ട് ഹി ഈസ് ടു സ്ട്രോങ് ബൈ ഹിസ് പോയിന്റ്. ആൻഡ് മൂന്നാമത്തത് അനീഷ് പ്ലേഡ് എ സേഫ് ഗെയിം എന്ന് പറയാൻ ഫ്രം ദ ടൈം ഹി ഗോട്ട് ദ കാർഡ് മിണ്ടാൻ പാടില്ല. ബിഗ് ബോസ് നമ്മുടെ ഈവന്റ് സ്റ്റാർട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഹി നെവർ ഓപ്പൺ ഹിസ് മൗത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു സേഫ് ഗെയിം കളിച്ചിട്ട് നോട്ട് ഇവൻ ഡിസ്കസിങ് വാട്ട് ടാസ്ക് ടു ടേക്ക് വിത്ത് എന്താണ് കോ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അത്ര ഒരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. ഇതിലെവിടെയാണ് അനീഷ് സേഫ് ഗെയിം കളിച്ചത്? പൂജിത അത് ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു. കാരണം ആ ഗെയിം തുടങ്ങിയ സമയത്ത് ആ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ അനീഷ് വായിച്ചത് ഇങ്ങനെയാണ്: ഈ നിമിഷം മുതൽ ബിഗ് ബോസ് എപ്പിസോഡ് തീരുന്നത് വരെ അല്ലെങ്കിൽ ഷോ തീരുന്നത് വരെയും മിണ്ടാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞു, ഒരു കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ സംസാരിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ അതല്ല ഏറ്റവും വലിയ റിസ്ക്. അതെടുക്കാനാണ് അനീഷ് വില്ലിങ് ആയത്. ഞാൻ അനീഷിൻ്റെ സപ്പോർട്ടർ അല്ല, എനിക്ക് അനീഷിൻ്റെ ഗെയിം ഇഷ്ടമാണ്, അതുപോലെ തന്നെ മറ്റു പലരുടെയും ഗെയിം ഇഷ്ടമാണ്. പക്ഷേ അനീഷാണ് അവിടെ ജെന്യൂനായിട്ട്, അനീഷാണ് അവിടെ പക്കയായിട്ട് ആ ടാസ്ക് മനസ്സിലാക്കി കളിച്ചത്. ഇവിടെ പൂജിതയ്ക്കും അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ബിഗ് ബോസ് പറഞ്ഞു ഈ നിമിഷം മുതൽ മിണ്ടരുത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ബിഗ് ബോസ് എന്തും പറയാം, കാരണം ഇത് 7ന്റെ പണിയുടെ സീസണാണ്. അനീഷ് അഥവാ അവിടെ മിണ്ടിയിരുന്നെങ്കിൽ ബിഗ് ബോസ് പറയും ഞാൻ നിങ്ങളോട് മിണ്ടരുതെന്ന് പറഞ്ഞതല്ലേ, ടാസ്ക് ലെറ്ററിൽ പറഞ്ഞേക്കുന്നത് മിണ്ടരുതെന്നല്ലേ. അതിനുശേഷം ടാസ്ക് ആരംഭിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ ആരംഭിച്ചെന്നോ ഒക്കെ ഞാൻ പറയും. തൊട്ട് മുന്നേ ആദിലേക്ക് നൂറയ്ക്ക് കിട്ടിയ പണി അങ്ങനെയാണ്. 11ാമത്തെയോ 12ാമത്തെയോ ആഴ്ച അല്ലെങ്കിൽ 10ാമത്തെയോ ആഴ്ച വരേണ്ട ഫാമിലി വീക്കിൽ ഇപ്പോൾ ഉള്ള ആരൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട്? അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ അവരേത് വീക്കിലാണ് വരുന്നത് ഫാമിലി എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു? അതാരും ചോദിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഗെയിം മനസ്സിലാക്കിയല്ല കളിക്കുന്നതെന്ന് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അനീഷ് എങ്ങനെയാണ് ആ ടാസ്കിനെ ഇല്ലാണ്ടാക്കുന്നത്? അനീഷോടെ എടുത്ത ടാസ്ക് ഭംഗിയായിട്ട് പൂർത്തിയാക്കിയെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ആരും അവിടെ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ആരും അവിടെ മുട്ട അടിക്കുക. എന്താ അനീഷിന് തലയിൽ മുടി വളരുമെങ്കിൽ ആരിൻ്റെ തലയിൽ മുടി വളരില്ലേ? എന്തായാലും 100 ദിവസം പൂർത്തിയാക്കാൻ വേണ്ടി പോയതാണല്ലോ. 100 ദിവസമൊക്കെ മതിയാവും ഒരാളുടെ തലയിൽ മുടി വളരാനായിട്ട്. ആ റിസ്ക് ആരും എടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ജിസേൽ പെണ്ണാണ്, അതുകൊണ്ട് ജിസേലിന് മുട്ട അടിക്കാൻ പറ്റില്ല, ഞാൻ മോഡലാണ്, എൻ്റെ റിലീജിയസ് ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ അനീഷിൻ്റെ ഭാഗത്താണ് ന്യായമുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. അതിനെ വന്ന് പൂജിത ഇങ്ങനെ വന്ന് ന്യായീകരിച്ചത് ഒട്ടും ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ വിഷയം, തൊട്ടടുത്ത ദിവസം ശൈത്യയുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. ആ ഒരു ടാസ്കിൽ ആര്യൻ ഇരുന്ന് ചിരിക്കുന്നത്. അതിനുശേഷം ജിസേൽ വന്ന് പറയുന്നു ആരും ചിരിച്ചിട്ടില്ല, ആരും ചിരിക്കുന്ന കണ്ടിട്ടില്ല, ആരും കരയായിരുന്നു. ഇന്ന് ഈ ജിസേൽ ഫുൾ ആര്യനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അത് എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാവില്ല. ഒരു പക്ഷേ ലാംഗ്വേജ് ആര്യന് അറിയാവുന്നതുകൊണ്ടായിരിക്കും, അങ്ങോട്ടോട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പക്കയായിട്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം ജിസേൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി ബിന്നി ആയിക്കോട്ടെ അല്ലെങ്കിൽ അബി ആയിക്കോട്ടെ, അബി ഭയങ്കര അഗ്രസീവായിട്ട് ചാടി എഴുന്നിട്ട് ചോദിച്ചു. അത് വളരെ നന്നായെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ആര്യൻ അവിടെ പൊളിക്കാൻ പറ്റില്ലായിരുന്നു. ഒരാൾ അയാളുടെ ലൈഫ് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷണൽ ലൈഫ് ഷെയർ ചെയ്യുമ്പോൾ അതിലും ഇത്രമാത്രം ചിരിക്കാൻ എന്താ ഉള്ളത്?
ഉടനെ ആര്യൻ എന്താ പറഞ്ഞത്, എനിക്ക് വേദനയോട് ഞാൻ ചിരിച്ചു പോയതാണ്, എൻ്റെ ഇമോഷൻ ഞാൻ അങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. എന്ത് ന്യായീകരണമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇമാതിരി തോന്നിവാസം കാണിക്കുന്ന ഒരാൾക്ക് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയ്ക്ക് പോകാൻ എന്തോ യോഗ്യതയുള്ളത്? ആര്യന് ഒരു യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്യൻ പക്ക സെൽഫിഷാണ്. പിന്നെ ഈ ഷോ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം ആര്യൻ എല്ലാവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആര്യൻ്റെ ആക്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പക്ക സെൽഫിഷാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസിന് യാതൊരു വാല്യൂ കൊടുക്കാത്തൊരു കണ്ടസ്റ്റന്റ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കാണിക്കുന്ന പുച്ഛം. ഇവർ മാത്രമാണ്, ആര്യനും ജിസലും മാത്രമാണ് ടാസ്ക് ചെയ്യാൻ യോഗ്യർ, അവരാണ് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടൊരു അഹങ്കാരം. ഇതെല്ലാം ചേർന്നൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് ആര്യനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയില്ല, നിങ്ങളിൽ ആര്യനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചത്തെ ആര്യൻ്റെ ഒരു പ്രവൃത്തി അങ്ങനെയായിരുന്നു. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആര്യൻ ബിഗ് ബോസ് ഷോയിൽ. പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റനും കൂടിയാണ്. ഏറ്റവും പ്രശ്നം അവിടെയാണ്. ഒരു ക്യാപ്റ്റനാണ് ആര്യൻ. അപ്പോൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കേണ്ട സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഒരാളുടെ ഇമോഷണൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അവരത്രയും ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ബാക്കി ഇരുന്ന് ചിരിക്കുന്നു, ഗോഷ്ടി കാണിക്കുന്നു, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. കൊച്ചു കുട്ടികൾ പോലും അമ്മ അതിന് പ്രവർത്തിക്കത്തില്ല. അതിൻ്റെ ഒരു വീഡിയോ പൂജിത ചെയ്തിട്ടുണ്ട്. പൂജിതയ്ക്ക് ഒരുപാട് മെസ്സേജ് വന്നു, കോൾസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിനകത്ത് പൂജിത പറയുന്നു, എനിക്കറിയില്ല അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. അവിടെ എന്തേ അറിയാത്തത്? ഇവിടെ ആര്യൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പൂജിതയ്ക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അവിടെ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അവിടെ എന്ത് ന്യായീകരിക്കൊന്നും കിട്ടാത്തതുകൊണ്ടാണോ പറയാത്തത്? അവിടെ ന്യായീകരിക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് പൂജിതയ്ക്ക് അതെന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു എനിക്കറിയത്തില്ല. ഞാൻ അപ്പോളജി ചെയ്യുന്നു, ഞാൻ ശൈത്യോടും എല്ലാവരോടും ഞാൻ സോറി പറയുന്നു, ആര്യന് വേണ്ടി, ആര്യൻ്റെ ബിഹാഫിൽ അല്ലെങ്കിൽ ആര്യൻ ഫാൻസിൻ്റെ ബിഹാഫിൽ ഞാൻ സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ സോറി പറയാൻ കാണിച്ച മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ആര്യൻ ശരിക്കും എക്സ്പോസ്ഡ് ആയി. ആര്യൻ്റെ റിയൽ ക്യാരക്ടർ പുറത്ത് വന്നു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്ന കാര്യം അങ്ങനെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.